നമ്മൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ പോലും നടക്കില്ല എന്നാണ് എന്റെ മനസ്സ് പറയണേ. സാധാരണ ആരും ചെയ്യില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തത്. അത് ഞാൻ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. കാണാണ്ട് പോകരുത്, തീർച്ചയായിട്ടും കണ്ടിട്ട് എല്ലാവരും അറിയിക്കണം കേട്ടോ. ആ ഒരു മനസ്സ് അനിത ചേച്ചിയുടെ അടുത്തേക്ക് വന്നേക്കോട്ടോ. നമ്മുടെ മസാലപ്പൊടി ഇരിക്കുന്ന അനിത ചേച്ചി ഏറെക്കുറെ ഒന്നും ഒതുങ്ങി കിട്ടിയില്ല നമ്മുടെ കൊച്ചിന്റെ കാര്യം. കാര്യങ്ങള് കൊച്ചു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഒരു 2 വർഷത്തേന് തുടർ ചികിത്സ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വീട്ടിലുണ്ട് ആള്. നല്ല രീതിക്കാ കാര്യങ്ങളെല്ലാം നടന്നേ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ചെയ്യാവുന്നവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞ് ഇപ്പൊ ഉള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും നമുക്കൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നോക്കാം. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് റിസൾട്ടുകൾ വരാനുണ്ട്. പിന്നെ എല്ലാ മാസവും അവനെ കൊണ്ടുവന്ന് കാണിക്കണം. ആ ഒരു രീതിക്കാണ്. പിന്നെ ഇപ്പൊ പുറത്തിറക്കാൻ പറ്റില്ല. ടെൻഷൻ ഒന്നും ഒതുങ്ങി. അപ്പൊ ഇനിയാണ് ഞാൻ പറഞ്ഞ അത്ഭുതം വരുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ നമ്മുടെ കൊച്ചിന് വേണ്ടി അത്യാവശ്യം അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടിയ ഒരു പൈസയിൽ നിന്നും മിച്ചം കിട്ടി. എത്ര രൂപ മിച്ചം ഉണ്ടായിരുന്നു ചേച്ചി? 1,40,000 രൂപ. ഞാനൊരു 40,000 രൂപ എടുത്തിട്ട്. അപ്പൊ ഇനി ഞാൻ പറയാം, ആ പൈസ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിതിങ്ങനെ ഈ പൈസ കയ്യിലിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും രോഗികൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അത് വണ്ടി ഇടിച്ച് തലയോട്ടി പോയി 3-4 മാസമായി ഹോസ്പിറ്റലിൽ കിടക്കണം. അക്കൗണ്ടിലേക്ക് ഈ ചേച്ചി അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഒരു മനുഷ്യനും ജീവിതത്തിൽ അങ്ങനെ ചെയ്യണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്ത് നല്ലവരാണെങ്കിലും എന്ത് മനസ്സുള്ളവരാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയ കാശ് ഒന്ന് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് ആ ചേച്ചിക്ക് വന്നാലും പൊന്നനുഭവ ചേച്ചി നമിച്ചിരിക്കണു നിങ്ങളെ. അപ്പൊ നിങ്ങൾ ഒന്ന് വിചാരിക്കണം, ഈ ചേച്ചിക്ക് കടം ഇല്ലാഞ്ഞിട്ടോ കടം തീർന്നിട്ടൊന്നുമല്ല. 97,000 രൂപ ബാങ്കിൽ കടം പെൻഡിങ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വീട് വെക്കാനായിട്ട് 5-6 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അതിന്റെ ആധാരം പണയം വെച്ചു. പിന്നെ ഉണ്ടായിരുന്ന സ്കൂട്ടർ അത് പണയം വെച്ചു. ഇതിനൊന്നും തിരിച്ച് എടുക്കാനോ അല്ലെങ്കിൽ ലോൺ അടയ്ക്കാനോ ഒന്നും അല്ല തോന്നിയത്. ആ ചേച്ചിക്ക് അവിടെ കിടക്കണ ഇങ്ങനെ ഒരു രോഗികളുടെ ഒരു കാര്യം ശരിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭേദമാവുമെങ്കിൽ എന്ന് തോന്നിയിട്ട് നമ്മുടെ കയ്യിലിരുന്ന കാശെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഈ ചേച്ചിയുടെ മനസ്സിന് അത് നമ്മൾ നാട്ടുകാരെല്ലാം അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും ഇങ്ങനെ രക്ഷിച്ചും പോകാം. കഷ്ടപ്പെട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ച ആ ചേച്ചിക്ക് നമ്മൾ ഓരോരുത്തരും സഹകരണം അല്ലെ സഹായങ്ങൾ ഇത് മേടിച്ച് ഈ കച്ചവടം നടത്തി അതിനുള്ള പരിപാടി നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ മാക്സിമം എല്ലാവരും സഹകരിക്കുക. ഓക്കെ.